നമസ്കാരം. ഒറിജിൻ സ്റ്റോറീസ് മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹിൽ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആരും ആദ്യം പറയുന്ന പേര് മൂന്നാർ എന്നായിരിക്കും. എന്നാൽ ഈ പേരിന് പിന്നിലെ രഹസ്യം നിങ്ങൾക്കറിയാമോ? വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിനപ്പുറം വലിയൊരു ചരിത്രം ഈ മണ്ണിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഇന്നും പലർക്കും അറിയാത്ത മൂന്നാറിന്റെ ആ പഴയ കഥകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? മൂന്നാർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് 3 ആറുകൾ എന്നീ 2 വാക്കുകൾ ചേർന്നതാണെന്ന്. ചരിത്രകാരനായ വി.കെ. വാലത്തിന്റെ നിരീക്ഷണങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിലെ ഭൂരിഭാഗം സ്ഥലനാമങ്ങളും അവിടുത്തെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മൂന്നാറിന്റെ കാര്യത്തിലും ഇത് ശരിയാണ്. അങ്ങനെയെങ്കിൽ ആ 3 നദികൾ ഏതൊക്കെയാണ്? 1 മുതിരപ്പുഴ, 2 നല്ലതണ്ണി, 3 കുണ്ടള. ഈ 3 നദികളും ഒത്തുചേർന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് 3 ആറുകൾ അഥവാ മൂന്നാർ എന്ന പേരുണ്ടായത്. ഈ 3 നദികളും പിന്നീട് പെരിയാറിൽ വന്നു ചേരുന്നു. പഴയ കാലത്ത് ആളുകൾ ഈ നദികളുടെ സംഗമസ്ഥാനം എന്ന് സൂചിപ്പിക്കാനാണ് മൂന്നാർ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇന്ന് കാണുന്ന വികസിത മൂന്നാർ 1.5 നൂറ്റാണ്ട് മുൻപ് വന്യമൃഗങ്ങൾ നിറഞ്ഞ ഒരു കൊടുങ്കാടായിരുന്നു. 1870കളിൽ ജോൺ ഡാനിയൽ മൺറോ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ പ്രദേശത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞത്. അദ്ദേഹം പൂഞ്ഞാർ രാജാവിൽ നിന്ന് ഏകദേശം 580 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പാട്ടത്തിനെടുത്തു. ആദ്യം കാപ്പി കൃഷി ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. എന്നാൽ പിന്നീട് തേയിലയാണ് ഇവിടത്തെ മണ്ണിൽ ഏറ്റവും നന്നായി വളരുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. 1880കളിൽ A.H. ഷാർപ്പ് എന്ന വ്യക്തിയാണ് മൂന്നാറിൽ ആദ്യമായി തേയില ചെടി നട്ടുപിടിപ്പിച്ചത്. പിന്നീട് ടാറ്റ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള വൻപൻ കമ്പനികൾ ഇവിടം ഏറ്റെടുക്കുകയും മൂന്നാറിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേയില ഉൽപാദന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറ്റുകയും ചെയ്തു. ഇന്ന് നാം കാണുന്ന മൂന്നാർ അല്ല പണ്ടുണ്ടായിരുന്നത്. 1924 ഉണ്ടായ അതിഭീകരമായ പ്രളയം മൂന്നാറിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. അന്ന് മൂന്നാർ ടൗൺ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. റെയിൽവേ പാതകളും പാലങ്ങളും തകർന്നുപോയി. ഇതിനെ 99ലെ വെള്ളപ്പൊക്കം എന്നാണ് പഴമക്കാർ വിളിക്കുന്നത്. ഈ പ്രളയത്തിന് ശേഷമാണ് ഇന്നത്തെ പുതിയ മൂന്നാർ ടൗൺ രൂപപ്പെട്ടത്. പേരിനും ചരിത്രത്തിനുമപ്പുറം മൂന്നാറിനെ സവിശേഷമാക്കുന്നത് ഇവിടത്തെ ജൈവ വൈവിധ്യമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ പ്രധാന താവളമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. കൂടാതെ 12 വർഷത്തിലൊരിക്കൽ മലനിരകളെ നീലപുതപ്പിക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കുന്നതും ഇവിടെയാണ്. പ്രകൃതിയും ചരിത്രവും ഇങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രദേശം കേരളത്തിൽ അപൂർവമാണ്. 3 നദികളുടെ ഈ സംഗമഭൂമി ഇന്നും അതിന്റെ ഭംഗി നിലനിർത്തുന്നു. അടുത്ത തവണ മൂന്നാറിൽ പോകുമ്പോൾ അവിടുത്തെ തണുപ്പിനൊപ്പം ഈ പഴയ കഥകളും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിന്റെ ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി.